കണ്ണൂരിലെ ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകനായ ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തലശ്ശേരി കോടതിയിൽ നാടകീയ രംഗങ്ങൾ. പോലീസിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞ് വെറുതെ വിട്ടതിന് പിന്നാലെ റാമിനെ കോടതി വളപ്പിൽ നിന്ന് തന്നെ പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുത്തു. സുപ്രീം കോടതി നിർദ്ദേശിച്ച നടപടിക്രമങ്ങൾ പോലീസ് പാലിച്ചില്ലെന്ന് പറഞ്ഞാണ് കോടതി റാമിനെ വെറുതെ വിട്ടത്. പോലീസിന്റെ പ്രവൃത്തി നിയമവിരുദ്ധമാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആരോപിച്ചു. മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അതിനാടകീയ രംഗങ്ങൾക്കാണ് ഇന്ന് തലശ്ശേരി കോടതി വേദിയായത്. ഡോക്ടർ MK റാമിനെ കോടതിയിൽ ഹാജരാക്കിയ ഉടനെ അറസ്റ്റ് റദ്ദ് ചെയ്തുകൊണ്ട് റാമിനെ വെറുതെ വിടുകയാണ് തലശ്ശേരി കോടതി ചെയ്തത്. അതായത് പോലീസ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഈ അറസ്റ്റിൻ്റെ കാര്യത്തിൽ പാലിച്ചില്ല. സുപ്രീം കോടതി നിർദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണ് അറസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ കൃത്യമായി ബോധിപ്പിക്കുക എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ ഉത്തരവാദിത്വം ഒന്നും പാലിക്കാതെയാണ് റാമിനെ ഇന്നലെ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ആ രേഖകൾ ഹാജരാക്കാൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സാധിച്ചിട്ടുമില്ല. ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇത്തരമൊരു നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് നിലനിൽക്കുന്നതല്ല എന്നൊരു കാര്യമാണ് കോടതിക്ക് മുമ്പാകെ പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത്. അത് കേട്ടുകൊണ്ട് തന്നെയാണ് ഈ അറസ്റ്റ് റദ്ദ് ചെയ്തുകൊണ്ട് റാമിനെ വെറുതെ വിടുന്നൊരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ഇനി ഒരു അറസ്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി നോട്ടീസ് നൽകിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു കാര്യം കൂടി പറയുകയും ചെയ്തു. പക്ഷേ ആ നടപടി റദ്ദ് ചെയ്ത് റാം പുറത്തേക്കിറങ്ങിയ ഉടൻ തന്നെ ഭാര്യയ്ക്കും സഹോദരിക്കുമൊപ്പം ഉണ്ടായിരുന്ന റാമിനെ ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിൽ പിടിച്ചുകൊണ്ടുപോയി എന്നാണ് കുടുംബം തന്നെ പറയുന്നത്. ഭാര്യയെ തള്ളി മാറ്റിയാണ് കൊണ്ടുപോയെന്ന് പറയുന്നു. അതായത് കോടതി വെറുതെ വിട്ട ഉടൻ തന്നെ ആ കോടതി വളപ്പിൽ വെച്ച് ഈ റാമിനെ പോലീസ് പിടികൂടിക്കൊണ്ടുപോകുന്നു. അത് തികച്ചും നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഉണ്ടായത്. അതേസമയം ഇതിനെതിരെ പ്രതിഭാഗം അഭിഭാഷകനും അതുപോലെ തന്നെ കുടുംബവും രംഗത്ത് വന്നു. നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല, ഇതൊക്കെ തന്നെ നിയമവിരുദ്ധ പ്രവൃത്തിയാണ്, ഇതിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ മറുപടി പറയേണ്ടി വരുമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സ്വാഭാവികമായും കൃത്യമായ നടപടിക്രമങ്ങൾ ഈ അറസ്റ്റിലും പാലിച്ചില്ല എന്നൊരു കാര്യം കൂടി ഈ പ്രതിഭാഗം അഭിഭാഷകൻ പറയുകയുണ്ടായി.